ഇന്നൊരു അടിപൊളി ബീഫ് മസാലയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. നല്ല ടേസ്റ്റുള്ള നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബീഫ് മസാല. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബിരിയാണിയുടെ കൂടെ അതുപോലെ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ബീഫ് മസാല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ബീഫ് മസാല ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തിട്ട് എന്നിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലപോലെ അരഞ്ഞു പോരുത്, നമുക്ക് ഏകദേശം ഈ പാകത്തിലേക്ക് കിട്ടണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 5-6 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി, പിന്നെ ഒരു 3-4 പച്ചമുളക് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പം ബീഫിൽ നമ്മൾ കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബീഫ് കുറച്ച് വേവ് കുറവുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4-5 വിസിലൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് RKG ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിരിയാണിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് മസാലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് RKG ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള തക്കാളി സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. സംഭവം അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഈ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഓരോ മസാലകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് കണക്കൊന്നുമില്ല, നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തൈര്, ബീഫ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല എല്ലുള്ള ബീഫാണ് കേട്ടോ, നല്ല ഫ്രഷാണ്. അപ്പോൾ അത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുക്കറിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൽ വേവിച്ച അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കും, ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്, ആ മസാലപ്പൊടിയുടെയും അതുപോലെ തന്നെ ആ ബീഫിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. ബാക്കി നമുക്ക് കളയും കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങയുടെ നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബീഫ് കുറച്ചുകൂടെ ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടും, നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലത്തെ മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ നോർമലി ഉണ്ടാക്കാറുള്ള ബീഫ് മസാല പോലെ നല്ലപോലെ കളറും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഭയങ്കര എരിവിലൊക്കെ ഉണ്ടാക്കുന്ന ബീഫ് മസാല അല്ല. ഇത് മൈൽഡ് ഫ്ലേവറാണ്, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ഫ്ലേവർഫുള്ളാണ് സംഭവം. അപ്പോൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം.